വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി 8ാം ദിനത്തിലും തെരച്ചിൽ ഊർജിതമാണ്. സൂചിപ്പാറയ്ക്ക് സമീപമുള്ള സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. സൈന്യത്തിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള 12-അംഗ സംഘം കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപം പരിശോധന തുടരുകയാണ്. 2 സംഘങ്ങളായാണ് വ്യോമസേന ഹെലികോപ്റ്ററിൽ തിരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് ഇവരെ എത്തിച്ചത്. കാണാതായവർക്കായി ചൂരൽമലയിലും ചാലിയാറിലും തിരച്ചിൽ തുടരുന്നു. ഐബോർഡ് പരിശോധനയിൽ സിഗ്നൽ കിട്ടിയ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തിയ 8 സ്പോട്ടുകളിലും മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ്. ചാലിയാറിന്റെ ഇരുകരകളിലും തിരച്ചിൽ തുടരുന്നുണ്ട്. മുണ്ടേരി കുമ്പളപ്പാറയിൽ നിന്ന് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. റോഷിപാൽ നൽകും വിവരങ്ങൾ. റോഷിപാൽ, ഇപ്പോൾ തിരച്ചിൽ എത്ര സമയം പോകുമെന്നാണ് കരുതുന്നത്? കാരണം പ്രത്യേക പരിശോധനയാണ്, ഏറെ വെല്ലുവിളികളുണ്ട്, ഒപ്പം ഇപ്പോൾ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? വിനീത, ഏറെ സമയം വൈകാതെ തന്നെ തെരച്ചിൽ അവിടെ അവസാനിപ്പിക്കും. കാരണം നമുക്കറിയാം കാലാവസ്ഥ പ്രതികൂലമാകും ഇനി വൈകിട്ടോടെ. അതുകൊണ്ട് പരമാവധി 4:30-കകം തന്നെ ഈ തെരച്ചിൽ, ഈ മേഖലയുള്ള വനമേഖലയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ച് ഈ രക്ഷാദൗത്യത്തിന് പോയ 12 പേരെയും തിരികെ കൽപ്പറ്റയിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് കൺട്രോൾ റൂമിൽ നിന്നും ലഭിക്കുന്ന വിവരം. ADGPയും ഒപ്പം മറ്റ് ആർമി ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ കൽപ്പറ്റയിലെ ഈ മൈതാനിയിലേക്ക് എത്തിച്ചേരും. അവിടെ തെരച്ചിലിന് പോയ ഈ കമാൻഡോ സംഘവുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷമാണ് ഇന്നത്തെ മന്ത്രിതല ഉപസമിതിയുടെ അവലോകന യോഗം. കാരണം നാളെ സമാനമായി തന്നെ ഈ മേഖലയിൽ, സൺറൈസ് വാലി മേഖലയിൽ വനാന്തരങ്ങളിൽ തെരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിലുള്ള തീരുമാനം വരുന്നത് ഇന്ന് അവിടെ പരിശോധനയ്ക്ക് പോയ കമാൻഡോകൾ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഈ 10-അംഗ സംഘം അവർക്ക് വഴികാട്ടാനായി അവരെ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി 2 ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർമാർ കൂടി പോയിരുന്നു. നേരത്തെ അവിടെ കുടുങ്ങിപ്പോയ രക്ഷാപ്രവർത്തകരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്താൻ ഇന്നലെ ചേർന്ന മന്ത്രിതല ഉപസമിതി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് സാഹസികമായ ദൗത്യം ഏറ്റെടുത്ത് 10 കമാൻഡോസ് 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ ഈ മേഖലയിലേക്ക് പോയത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ ആണ് അവരെ അവിടെ ഡ്രോപ്പ് ചെയ്ത് അവർ പരിശോധന ആരംഭിക്കുകയും ചെയ്ത് തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തെരച്ചിൽ തുടരുന്നു. അവരുമായി കൂടുതൽ ആശയവിനിമയം നടത്താൻ ഉള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ കൺട്രോൾ റൂമിൽ നിന്നും ലഭിക്കുന്ന വിവരം. പക്ഷേ ADGP അടക്കമുള്ളവർ അല്പം സമയത്തിനകം തന്നെ ഈ താൽക്കാലികമായി ഒരുക്കിയ ഈ ഹെലിപ്പാഡിലേക്ക് എത്തിച്ചേരും. അവിടെ വന്ന ഉടൻ തന്നെ ആ സംഘവുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷം അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4:30-ഓടെ അവർ തിരിക്കും. ഏതാണ്ട് 4:45 ആകുമ്പോഴത്തേക്കും അവർ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിന് കൽപ്പറ്റയിലെ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലേക്ക് അവർ എത്തിച്ചേരും. അങ്ങനെയെങ്കിൽ അവിടെ തെരച്ചിലിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയും തെരച്ചിൽ അവിടെ നടത്തേണ്ടതുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കാര്യത്തിലടക്കം ഇന്ന് രാത്രിയോടെ തീരുമാനമുണ്ടാവുകയും ചെയ്യും. വിനീത. റോഷിപാൽ, ഇതിൽ ഏറ്റവും പ്രധാനം അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഇത്തരത്തിൽ നടന്നൊക്കെ എത്തിയിരുന്നു. അവിടെ ചില മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ കൂടുതൽ മൃതദേഹം ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രത്യേക പരിശോധന നടത്തുന്നു. നേരത്തെ റോഷിപാൽ പറഞ്ഞതുപോലെ ഇന്നത്തെ തിരച്ചിലിന്റെ ഒരു അപ്ഡേറ്റ് അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇത് തുടരണോ എന്നതിൽ തീരുമാനമാവുക. പക്ഷേ ഇത്ര ശ്രമകരമായ ഒരു ദൗത്യമാണ്, അത് തുടരാനുള്ളൊരു സാധ്യതയുണ്ടോ? ഇതല്ലാതെ മറ്റിടങ്ങളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലകളിൽ ഇത്തരം പരിശോധനകൾ, ഒരു ഓപ്പറേഷൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള പരിശോധനകൾ, പ്രത്യേക ദൗത്യം നടത്തേണ്ടതുണ്ടോ? അത്തരത്തിൽ ഏതെങ്കിലും വിവരം ദൗത്യ സംഘമോ ADGP ഉൾപ്പെടെയുള്ളവർ നൽകുന്നുണ്ടോ? ഒന്ന്, നേരത്തെ ADGPയുമായി സംസാരിച്ചപ്പോൾ MR അജിത് കുമാർ ADGP പറയുന്നത് ഏതാണ്ട് മേഖലയിലൊക്കെ ഈ ചൂരൽമല മുതൽ മുകളിലോട്ട് ഓരോ മേഖലയും, മുണ്ടകൈ അടക്കമുള്ള മേഖലകൾ, അത് പുഞ്ചിരിമറ്റമാകട്ടെ, അവിടെ നിന്ന് മുതൽ ഈ താഴെ മലയുടെ താഴ്വാരം വരെ കൃത്യമായ പരിശോധന, സൂചിപ്പാറ വരെയുള്ള പരിശോധന കൃത്യമാണ്. പിന്നീട് ചാലിയാറിൽ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തി. പക്ഷേ ഒട്ടും പരിശോധന നടക്കാത്ത ഇടമാണ് സൺറൈസ് വാലി. അതുകൊണ്ടാണ് അവിടെ പരിശോധന നടക്കുന്നത്. ഏതായാലും ഇനി മറ്റു വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് പരിശോധന നടത്തേണ്ടതുള്ളൂ. ഭൂരിഭാഗം ഇടങ്ങളിലും പരിശോധന നടത്തി. അത് ഈ ചെളി കൂടിക്കിടക്കുന്ന ഇടങ്ങളിൽ ഈ റഡാർ ഉൾപ്പെടെ ഉപയോഗിക്കുന്നു. അപ്പം മറ്റ് സാങ്കേതിക വിദ്യകൾ, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, ഐ ബാൻഡ് ക്യാമറ ഘടിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നു. അങ്ങനെ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയുള്ള തെരച്ചിൽ, കഡാവർ ഡോഗുകളെ തെരച്ചിലിനായി ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള തെരച്ചിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ചാലിയാറിൽ നിന്നാണ്. അപ്പോൾ മൃതദേഹങ്ങൾ ഭൂരിഭാഗവും ഈ
സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ഒഴുകി ചാലിയാറിൽ ശരി. പതിച്ചു എന്ന ഒരു വിലയിരുത്തൽ ശരി, ഏതായാലും സൈന്യത്തിന്റെ ജലാശയങ്ങൾ DGPയുടെ പക്കൽ നിന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ശേഖരിക്കുക റോഷിപാൽ. ഇപ്പോൾ ദൗത്യത്തിന്റെ പുരോഗതി എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു.